കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല കഥ പറയാൻ പോവുകയാണ് കേട്ടോ. ഗലീലയിലെ കാനാവ് എന്നു പേരുള്ള ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു കല്യാണമുണ്ടായി. ആ കല്യാണത്തിന് യേശു അപ്പച്ചനെയും തൻ്റെ ശിഷ്യന്മാരെയും യേശുവിൻ്റെ അമ്മയായ മറിയയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടിൽ ഒരു കുഴപ്പമുണ്ടായി. അവർക്ക് വീഞ്ഞ് തികഞ്ഞില്ല. കല്യാണ വീട്ടിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനമായിരുന്നു വീഞ്ഞ്. പക്ഷേ അത് അവർക്ക് ആവശ്യത്തിന് ശേഖരിച്ചു വെക്കാൻ കഴിയാതെ പോയി. യേശു അപ്പച്ചൻ്റെ അമ്മ ഈ വിഷമം മനസ്സിലാക്കിയിട്ട് യേശുവിനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ലെന്ന്. അപ്പോൾ യേശു അപ്പച്ചൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെയും ആയിട്ടില്ല എന്ന്. യേശുപ്പച്ചൻ പറഞ്ഞതിൻ്റെ അർത്ഥം യേശുപ്പച്ചന് പ്രവർത്തിക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ്. അത് കേട്ട് യേശുവിൻ്റെ അമ്മ അവിടെയുള്ള വേലക്കാരോട് പറഞ്ഞു, യേശു നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം കേട്ടോ. ആ വേലക്കാർ സന്തോഷത്തോടെ അത് സമ്മതിച്ചു. യേശു അവരോട് പറഞ്ഞു, ആ വേലക്കാരോട് പറഞ്ഞു, ദേ ഇവിടെ 6 കൽപ്പാത്രങ്ങൾ ഇരിക്കുന്നത് കണ്ടോ? ഈ കൽപ്പാത്രങ്ങളിൽ വേഗം വെള്ളം നിറയ്ക്കേ. അത് കേട്ട ആ വേലക്കാർ ഉത്സാഹത്തോടെ വക്കോളം ആ 6 കൽപ്പാത്രങ്ങളിലും വെള്ളം കോരി നിറച്ചു കഴിഞ്ഞപ്പോൾ യേശുപ്പച്ചൻ അവരോട് പറഞ്ഞു, ഈ വെള്ളം കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. അവരത് കേട്ട ഉടനെ തന്നെ ഈ കൽപ്പാത്രങ്ങളിലിരുന്ന് വെള്ളം വിരുന്നുവാഴിയുടെ മുൻപിൽ കൊണ്ടുപോയി വെച്ചു. വിരുന്നുവാഴി ഒന്നും അറിഞ്ഞില്ല. അദ്ദേഹം അതിൻ്റെ രുചി നോക്കിയപ്പോൾ നല്ല രുചികരമായ വീഞ്ഞായിരുന്നു അതിൽ. വിരുന്നുവാഴിക്ക് ഒത്തിരി അതിശയമായി. അദ്ദേഹം ആ വീട്ടിലെ മണവാളനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്താ, എല്ലാ വീടുകളിലും ആദ്യം നല്ല വീഞ്ഞാണല്ലോ കൊടുക്കാറ്, നീ മാത്രം എന്താ ഈ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചത് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വിരുന്നുവാഴി ആ വീഞ്ഞ് ആ വിവാഹ വീട്ടിൽ വന്ന എല്ലാവർക്കും മതിയാവോളം വിളമ്പി. അങ്ങനെ യേശു അപ്പച്ചൻ ആ വീട്ടിലെ വലിയ വിഷമത്തിൽ നിന്നും അവരെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ഇങ്ങനെ യേശു അപ്പച്ചൻ തൻ്റെ അത്ഭുതങ്ങളുടെ ആരംഭമായിട്ട് ഈ വലിയ അത്ഭുതം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായി.